മാസത്തിന് ശേഷം എന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായി തിരുവനന്തപുരത്ത് തന്നെ നിയമിച്ചു. കോട്ടയത്തെ പ്രൊഫസറായ ഡോക്ടർ ജയപാലൻ ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിന് പോയതിനാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്നെ കോട്ടയത്തേക്ക് സ്ഥലം മാറ്റി. 27ാമത്തെ വയസ്സിൽ വകുപ്പ് മേധാവിയാകുവാനും കോട്ടയം പോലീസ് സർജൻ എന്ന പദവി വഹിക്കുവാനും കഴിഞ്ഞു. പദവിയേക്കാൾ ഉപരി പരിചയസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചുവെന്നതായിരുന്നു പ്രധാനമായ ഒരു നേട്ടം. മറ്റൊന്ന്, നിരവധി സമർത്ഥരായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പരിചയപ്പെടാനും നിരവധി കുറ്റാന്വേഷണങ്ങളിൽ അവരുമായി സഹകരിക്കുവാനും സാധിച്ചുവെന്നതാണ്. കോട്ടയം പോലീസ് സർജനായിരുന്നപ്പോഴുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഇടുക്കിയിൽ താമസക്കാരനായ ഗോപി എന്ന കർഷക തൊഴിലാളിയുടെ ഭാര്യ ശാന്തയെയും 2 വയസ്സുള്ള ഇളയ മകളെയും ഒരു ദിവസം കാണാതായി. മദ്യപാനിയായ ഗോപി തലേ ദിവസം രാത്രി ശാന്തയുമായി വഴക്കുകൂടിയിരുന്നു. അയാൾ രാവിലെ ഉണർന്നപ്പോൾ ഭാര്യയും കുട്ടിയും വീട്ടിലില്ല. ശാന്ത ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം ഒരു തകരപാത്രത്തിൽ വച്ചിരിക്കുന്നു. പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന വിവാഹസാരിയും കാണാനില്ല. ശാന്ത അവളുടെ അകലെയുള്ള സ്വന്തം വീട്ടിലും ചെന്നിട്ടില്ല. ഗോപി അവൾ പോകാനിടയുള്ള എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും അന്വേഷിച്ചിട്ടും ശാന്തയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. 2ാം ദിവസം ശാന്തയുടെയും കുട്ടിയുടെയും ശവങ്ങൾ ഗോപിയുടെ വീടിനടുത്ത് പെരിയാറിലെ ഒരു കയത്തിൽ പൊങ്ങി. പോലീസ് സ്ഥലത്തെത്തി. സാക്ഷിയുടെ സാന്നിധ്യത്തിൽ പ്രേതവിചാരണ നടത്തി. കുട്ടിയുടെ ശരീരം അമ്മയുടെ ദേഹവുമായി ചേർത്തുവെച്ച് കെട്ടിയ നിലയിലായിരുന്നു. കെട്ടാൻ ഉപയോഗിച്ചിരുന്നത് ശാന്തയുടെ വിവാഹസാരിയായിരുന്നു. ശാന്തയെയും കുട്ടിയെയും ഗോപി കൊന്നതാണെന്ന് സാക്ഷികളെല്ലാം ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. കട്ടപ്പന സർക്കാർ ആശുപത്രിയിലെ ഒരു സീനിയർ ഡോക്ടർ സ്ഥലത്തു വന്ന് ശവശരീരങ്ങൾ പോസ്റ്റ് പരിശോധന നടത്തി. ആറ്റിൻകരയിൽ ഒരു മറപ്പുര കെട്ടി അതിനകത്ത് വെച്ചായിരുന്നു പരിശോധന നടത്തിയത്. ശാന്തയെയും കുട്ടിയെയും കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. അന്ന് ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ശ്രീ ജിന്ന സാഹിബ് ജനസമ്മതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അന്വേഷണം ഏറ്റെടുത്തു. ഒരു സ്ഥിരം മദ്യപാനിയായ ഗോപി ഇളയ കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലി ശാന്തയോട് എന്നും വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ശാന്തയെ കാണാതായതിൻ്റെ തലേന്നും വഴക്കിട്ടിരുന്നുവെന്ന് ഗോപി സമ്മതിച്ചു. ജിന്ന സാഹിബ് ആവർത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഭാര്യയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നായിരുന്നു ഗോപിയുടെ നിലപാട്. എന്നാൽ ഗോപി രാത്രിയിൽ ഭാര്യയുടെയും മകളുടെയും ശവശരീരങ്ങൾ ചുമന്ന് ആറ്റിൽ കൊണ്ടിടുന്നത് താൻ കണ്ടുവെന്ന് ഒരു മീൻപിടുത്തക്കാരൻ മൊഴി നൽകിയിരുന്നു. അപ്പോഴേക്കും നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി പ്രക്ഷോഭണം തുടങ്ങി. ജിന്ന സാഹിബിനെക്കുറിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഉത്തരവായി. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുമായി ഇടുക്കി ക്രൈംബ്രാഞ്ച് DYSP ശ്രീ തങ്കപ്പൻ നായർ എന്നെ കാണാൻ വന്നു. കേസിൻ്റെ വിശദവിവരങ്ങൾ എന്നോട് പറഞ്ഞു. സർട്ടിഫിക്കറ്റുകളിൽ കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ഇനി എന്താണ് വേണ്ടത്? ദൃക്സാക്ഷിയുടെ മൊഴിയുമുണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഒരാഴ്ച സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഗോപിയോട് മുൻവിരോധമുള്ള സാക്ഷിയുടെ മൊഴി വിശ്വസിക്കാവുന്നതല്ലെന്നും ഗോപിക്ക് ഭാര്യയുടെ ശവം ഒരു കുന്നിൻ്റെ മുകളിലുള്ള വീട്ടിൽ നിന്നും ചുമന്ന് ആറ്റിൻകര വരെ കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശവശരീരങ്ങൾ കുഴിച്ചെടുത്ത് വീണ്ടും പരിശോധിക്കുവാനുള്ള അപേക്ഷയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഡോക്ടറുടെ അഭിപ്രായം തെറ്റായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വർഗബോധം കൊണ്ട് എനിക്ക് അനിഷ്ടം തോന്നിയെങ്കിലും പരിചയസമ്പന്നനായ ആ കുറ്റാന്വേഷകന്റെ നിഗമനത്തോട് വിയോജിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിൽ നിന്നും ഞാനും സംഘവും എത്തിയപ്പോൾ മുദ്രാവാക്യങ്ങളുമായി വലിയ ഒരു ജനക്കൂട്ടമാണ് ഞങ്ങളെ എതിരേറ്റത്. ജിന്ന സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീപ്പിന് മുകളിൽ കയറി നിന്ന് ജനങ്ങളോട് ശാന്തരാകുവാൻ ആവശ്യപ്പെട്ടു. എന്നെ കുറെ പുകഴ്ത്തിയും സംസാരിച്ചു. ഏതായാലും ഞങ്ങൾക്ക് ശല്യം കൂടാതെ എക്സ്ഹ്യൂമേഷനും പോസ്റ്റ്മോർട്ടവും ചെയ്യാൻ കഴിഞ്ഞു. പായിൽ പൊതിഞ്ഞ് കെട്ടിയിരുന്ന മൃതദേഹങ്ങൾ 1 മാസം കഴിഞ്ഞിരുന്നുവെങ്കിലും അധികം ചീഞ്ഞിട്ടില്ല. കുട്ടിയുടെ ശരീരം അമ്മയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു കസവ് സാരി കൊണ്ട് പൊതിഞ്ഞിരുന്നു. 2 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. കഴുത്തു മുതൽ അടിവയർ വരെ കത്തികൊണ്ട് വരഞ്ഞിരുന്നു. കഴുത്തു മുറിച്ച് പരിശോധിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊന്നുവെന്ന് ഡോക്ടർ മരണകാരണം രേഖപ്പെടുത്തി? ഞാൻ DYSPയെ പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ശരീരങ്ങൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അർദ്ധഗർഭമായ ഒരു പുഞ്ചിരി വിടരുന്നത് ഞാൻ കണ്ടു. ഞാൻ വിശദമായ പരിശോധന നടത്തി. അമ്മയുടെയും കുട്ടിയുടെയും ശ്വാസക്കുഴലുകളിൽ ചെളി കയറിയിരുന്നു. ജീവനോടെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചതിൻ്റെ ഒന്നാന്തരം ലക്ഷണം. ഞാൻ കഥ ചുരുക്കുന്നു. ദൃക്സാക്ഷി കള്ളം പറഞ്ഞതാണെന്ന് സമ്മതിച്ചു. കേസ് ആത്മഹത്യയാണെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടു. ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയ അല്ലെങ്കിൽ നടത്താത്ത ഡോക്ടർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ കിട്ടി. ശ്രീ തങ്കപ്പൻ നായർ അന്വേഷിച്ച നിരവധി കേസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അരൂരിലെ സ്വഗൃഹത്തിൽ താമസിച്ചു വരവേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതനായി. ജിന്നയുടെ വാക്സാമർഥ്യവും ജനങ്ങളോടുള്ള സമീപനവും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അനുകരണീയമായ ഗുണങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. മരണവേദിയാകേണ്ട വിവാഹവേദി.
തൃശൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ് ഒരു യുവാവ് മരിച്ചു. പോലീസ് ആസ്ഥാനത്തു നിന്നും എനിക്കൊരു സന്ദേശം ലഭിച്ചു. സാധാരണയായി മറ്റു ജില്ലകളിൽ പോലീസ് സർജന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കും വിളിക്കുന്നത്. മൃതദേഹം പോലീസ് സ്റ്റേഷന് സമീപമുള്ള ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഞാൻ യാത്ര ചെയ്തിരുന്ന പോലീസ് വാഹനത്തിന് മോർച്ചറിയുടെ സമീപം വരെ പോകാൻ സാധിച്ചില്ല. വലിയ ഒരു ജനക്കൂട്ടം കുട്ടനെ കൊന്നത് പോലീസാണേ, പോലീസ് സർജൻ നീതി പാലിക്കണം എന്ന മുദ്രാവാക്യങ്ങളും വിളിച്ച് വഴി തടഞ്ഞു നിന്നിരുന്നു. ഞാൻ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുദ്രാവാക്യം വിളി ഉച്ചത്തിലായി. ജനങ്ങളുടെ മുൻപിൽ നേതാവിനെ പോലെ ഒരു മീശക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെയും ജനങ്ങളെയും നോക്കി കൈകൂപ്പി തൊഴുതു. സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ബഹളം അവസാനിച്ചു. നേതാവ് തന്നെ ജനങ്ങളെ വകഞ്ഞു മാറ്റി എനിക്ക് മോർച്ചറിയിലേക്ക് പോകാൻ വഴിയൊരുക്കി. ഞാൻ യുവാവിൻ്റെ ശരീരം വിശദമായി പരിശോധിച്ചു. മർദ്ദനത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ആമാശയത്തിൽ നിറയെ രൂക്ഷഗന്ധമുള്ള പച്ച നിറമുള്ള കീടനാശിനി കാണപ്പെട്ടു. ഒരു ട്രേയിൽ ഞാൻ മുറിച്ച് തുറന്ന ആമാശയവും അതിനകത്തുണ്ടായിരുന്ന കീടനാശിനിയും വെച്ചിട്ട് നേതാവിനെ വിളിച്ചു കാണിച്ചു. ഞാൻ പറയാതെ തന്നെ അദ്ദേഹം അത് എക്വലാക്സ് എന്ന കീടനാശിനിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഓർഗാനോ ഫോസ്ഫറസ് കീടനാശിനികളെക്കുറിച്ച് ഒരു സ്റ്റഡി ക്ലാസും കൊടുത്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഞാൻ മോർച്ചറിക്ക് പുറത്തു വന്നപ്പോൾ ജനങ്ങളുടെ മുഖത്ത് പ്രകടമായിരുന്നത് സ്നേഹഭാവമായിരുന്നു. ഞാൻ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ വെച്ച് ഇൻസ്പെക്ടർ കുട്ടൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലം എന്നോട് വിവരിച്ചു. അയാൾ ഒരു പാറമടയിലെ തൊഴിലാളിയായിരുന്നു. അന്നു രാവിലെ അയാളുടെ ധനികനായ അമ്മാവൻ്റെ ബിരുദധാരിയായ മകളുടെ വിവാഹമായിരുന്നു. വീട്ടിൽ പന്തലും വിവാഹവേദിയും ഒരുക്കിയിരുന്നു. പന്തലിൽ നിറയെ ബന്ധുക്കളും ക്ഷണിതാക്കളും ഇരിപ്പുറപ്പിച്ചു. വിവാഹ മുഹൂർത്തം അടുക്കാറായി. വരനെ വേദിയിലേക്ക് ആനയിച്ചു. അപ്പോൾ കുട്ടൻ ഒരു ബാഗുമായി വിവാഹ വീട്ടിലെത്തി വേദിക്ക് സമീപം വന്നു നിന്നു. അയാളുടെ ബാഗിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ആരോ ഉറക്കെ നിലവിളിച്ചു. ആളുകൾ കുട്ടൻ്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങി ദൂരേക്കെറിഞ്ഞു. അതിനു മുകളിൽ മണ്ണിട്ട് മൂടി. ബഹളം ഉണ്ടാക്കിയ കുട്ടനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അവിടെ ചെന്നപ്പോഴേക്കും കുട്ടൻ അവശനായിരുന്നു. വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങിയപ്പോൾ പോലീസുകാർ അയാളെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ഞാൻ ഇൻസ്പെക്ടറോടൊപ്പം വിവാഹ വീട്ടിൽ പോയി. വധു വരൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പോലീസിൻ്റെ സഹായത്തോടെ ഞാൻ ആ ബാഗ് പരിശോധിച്ചു. അതിനുള്ളിൽ പാറ പൊട്ടിക്കുവാൻ ഉപയോഗിക്കുന്ന അതിസ്ഫോടക ശക്തിയുള്ള 2 ജലാറ്റിൻ സ്റ്റിക്കുകൾ പകുതി കത്തിയ ഒരു തിരിയുമായി യോജിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ബാഗ് നിറയെ കുപ്പിച്ചില്ലുകളും എക്വലക്സ് കീടനാശിനിയുടെ ഒഴിഞ്ഞ കുപ്പിയും ഉണ്ടായിരുന്നു. കുപ്പിച്ചില്ലുകളിൽ വിഷം പുരണ്ടിരുന്നു. മുറപ്പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് കുട്ടന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതു നടക്കാതെ വന്നപ്പോൾ പ്രതികാരത്തിനായി കുട്ടൻ ആസൂത്രണം ചെയ്ത അതിക്രൂരമായ പദ്ധതിയാണ് ഭാഗ്യവശാൽ പാളിപ്പോയത്. സ്ഫോടനം നടന്നിരുന്നുവെങ്കിൽ വധൂവരന്മാരുടെ 100 കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു. എൻ്റെ കൃത്യസ്ഥല പരിശോധന കാണുവാൻ കറുത്ത ബാഡ്ജുകൾ ധരിച്ച ധാരാളം ആളുകൾ കൂടിയിരുന്നു. ജലാറ്റിൻ സ്റ്റിക്കുകൾ പൊട്ടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അറിയാവുന്ന അവർ ബാഡ്ജുകൾ ഊരിയെറിഞ്ഞു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ മരണവേദിയാകുമായിരുന്ന വിവാഹവേദി എന്ന തലക്കെട്ടോടെ വാർത്ത പ്രസിദ്ധീകരിച്ചു. പാലയിൽ നിന്നും ഒരു യുവതിയുടെ മൃതദേഹം ചുഴലി ബാധിച്ച് വായിലൂടെ നുരയും പതയും വന്നു എന്ന് പറഞ്ഞായിരുന്നു ഭർത്താവ് അവരെ പാലാ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അവർക്ക് ജീവനില്ലായിരുന്നു. പോലീസിൽ പ്രഥമ വിവരം നൽകിയതും ഭർത്താവായിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പോലീസ് തന്ന അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരുന്ന ഈ വിവരം വായിച്ചപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി. ആരോഗ്യവതിയായ ഒരു സ്ത്രീ ചുഴലി വന്ന് പൊടുന്നനെ മരിക്കാനുള്ള സാധ്യത കുറവാണ്. അവരുടെ കഴുത്തിൽ ഒരു നേർത്ത അടയാളം ഞാൻ കണ്ടുപിടിച്ചു. തുണി കൊണ്ട് കഴുത്തിൽ ചുറ്റി മുറുക്കിയതാവാം എന്ന് ഞാൻ ഊഹിച്ചു. കഴുത്ത് ഡിസെക്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് രക്തം കട്ട പിടിച്ചതുകൂടി കണ്ടപ്പോൾ എൻ്റെ അനുമാനം ശരിയായി എന്ന് മനസ്സിലായി. ഞാൻ ഉടനെ തങ്കപ്പൻ നായർക്ക് ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ മോർച്ചറിയിലെത്തി. ഞാൻ ശവശരീരത്തിൻ്റെ കഴുത്തിലെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് എന്നതിൽ സംശയമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രേതത്തിൻ്റെ ബന്ദോബസ്ത് പോലീസുകാരനോട് അന്വേഷിച്ചപ്പോൾ ഭർത്താവ് മോർച്ചറിയുടെ വെളിയിൽ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പോലീസുകാരനോട് അയാളെ വിളിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞു. ഭർത്താവ് വന്ന ഉടനെ തങ്കപ്പൻ നായർ അയാളെ ജീപ്പിൽ കയറ്റി എന്നോട് യാത്രാമൊഴി പോലും പറയാതെ പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ സന്ദേശം വന്നു. ഭർത്താവ് കുറ്റം സമ്മതിച്ചു. മദ്യപാനവും ചീട്ടുകളിയുമാണ് അയാളുടെ ഹോബികൾ. ചീട്ട് കളിക്കാൻ പണമില്ലാത്തതിനാൽ ഭാര്യയുടെ മാല പണയം വയ്ക്കാൻ ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല. മാല ഊരി എടുക്കുവാൻ വേണ്ടി അയാൾ ഒരു തോർത്തുകൊണ്ട് ഭാര്യയുടെ കഴുത്തിൽ ചുറ്റി മുറുക്കി. മാല ഊരിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു. അതുപോലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിയെ കണ്ടുപിടിച്ച വേറൊരു കേസിനെക്കുറിച്ച് പറയാം.
സ്ഥലം പാലയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അല്പം മുൻപ് അവരുടെ ഭർത്താവ് മദ്യലഹരിയിൽ ഒരു കത്തി കൊണ്ട് സ്വയം നെഞ്ചിൽ കുത്തി മരിച്ചു കിടക്കുന്നുവെന്ന് പ്രഥമ വിവരം നൽകി. 5 മണി കഴിഞ്ഞതുകൊണ്ട് അന്ന് പ്രേതവിചാരണ നടത്തിയില്ല. എനിക്ക് അന്ന് രാത്രി സന്ദേശം ലഭിച്ചതിനാൽ സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള ഒരുക്കത്തോടെ ഞാൻ രാവിലെ തന്നെ സംഭവസ്ഥലത്തെത്തി. പ്രേതവിചാരണ തീർന്നിരുന്നു. അകത്തൊരു മുറിയിൽ കിടന്നിരുന്ന ശവശരീരത്തിന്റെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിൽ മരണാനന്തരം പേശികൾക്കുണ്ടാവുന്ന ദൃഢത മുഖത്തും കഴുത്തിലും നഷ്ടമായിരുന്നു. മരണം സംഭവിച്ചിട്ട് 18 മണിക്കൂർ കഴിഞ്ഞിരിക്കണം. പ്രഥമ വിവരത്തിൽ പറഞ്ഞിരുന്ന സമയത്തിന് മുൻപേ മരണം സംഭവിച്ചിരിക്കണം. രക്തം പുരണ്ട ഒരു കത്തി മൃതദേഹത്തിനടുത്ത് കിടന്നിരുന്നത് വിരലടയാള വിദഗ്ധർ പരിശോധിച്ചിട്ട് വിരലടയാളങ്ങൾ ലഭിച്ചില്ല. ഞാൻ മൃതദേഹം വീടിന് വെളിയിലെടുക്കുവാൻ നിർദ്ദേശിച്ചു. മുറ്റത്ത് തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. മൃതദേഹത്തിന്റെ നെഞ്ചിൽ ഇടതുവശത്തായി ഏങ്കോണിച്ച് ആഴത്തിലുള്ള ഒരു കുത്തിമുറിവ് കാണപ്പെട്ടു. ആ മുറിവിന്റെ കീഴറ്റത്തു നിന്നും തുടങ്ങി ഇടത്തോട്ട് വാല് പോലെ നീണ്ട ഒരു പോറലുണ്ടായിരുന്നു. കുത്തിയിട്ട് കത്തി വലിച്ചൂരി എടുക്കുമ്പോഴാണ് അത്തരം ടെയിലിംഗ് കാണുന്നത്. മരിച്ചയാൾ വലതു കൈയ്യനായിരുന്നുവെന്ന് ഭാര്യയിൽ നിന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അയാൾ സ്വയം കുത്തിയതായിരുന്നെങ്കിൽ കത്തി വലിച്ചൂരി എടുക്കുമ്പോൾ ടെയിലിങ്ങിന്റെ ദിശ വലത്തേക്കാകുമായിരുന്നു. കുത്ത് ഹൃദയത്തെ ആഴത്തിൽ മുറിച്ചിരിക്കുന്നു. ഈ കാരണങ്ങളാൽ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്പം അകലെ ഒരു ചെറുപ്പക്കാരൻ ഒരു തെങ്ങിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് ആകാംക്ഷയും പരിഭ്രമവും ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം DYSPയോട് അയാൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ചെറുപ്പക്കാരൻ മരിച്ചയാളിന്റെ മകനായിരുന്നു. അമ്മയുടെ മൊഴിപ്രകാരം അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോൾ മകൻ കുറച്ചകലെയുള്ള ഒരു സ്പോർട്സ് ക്ലബിൽ പോയിരിക്കുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ആ അലീബി, അതായത് കുറ്റകൃത്യം നടന്ന സമയം വേറൊരിടത്തായിരുന്നു എന്ന വാദം സത്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. അമ്മ നൽകിയ പ്രഥമ വിവരത്തിലെ മരണസമയം കളവാണെന്നും സ്വയം കുത്തിയ മുറിവല്ലെന്നും ഞാൻ പറഞ്ഞപ്പോൾ DYSP മകനെ വിളിപ്പിച്ചു. അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. അദ്ദേഹം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അയാളുടെ വിരലുകൾ പരിശോധിച്ചു. വലത് കൈയിലെ നഖങ്ങൾക്കിടയിൽ ധാരാളം ബ്രൗൺ നിറത്തിലുള്ള അഴുക്ക് അടിഞ്ഞിരിക്കുന്നത് കണ്ടു. അത് രക്തമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ അയാളെ അടുത്തുള്ള ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ കൊണ്ടുപോയി. നഖങ്ങളുടെ ഇടയിൽ നിന്നും സ്വാബ് എടുത്ത് പരിശോധിച്ചു. എൻ്റെ ഊഹം ശരിയായിരുന്നു. സ്വാബ് കടുത്ത നീല നിറമായി. ധാരാളം രക്തമുണ്ടെന്നതിൻ്റെ തെളിവ്. നഖങ്ങളിൽ ഇത്രയും രക്തം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞതിങ്ങനെ: അച്ഛൻ എന്നും കണ്ടമാനം മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയെ കഠിനമായി മർദ്ദിക്കും. തടസ്സം പിടിക്കാൻ ചെന്നാൽ അയാളെയും തല്ലും. എത്ര നാൾ സഹിക്കും? ഇന്നലെ അവധി ദിവസമായിരുന്നതിനാൽ രാവിലെ തന്നെ മദ്യപിക്കാൻ പോയിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വന്ന് അമ്മയെ ഉപദ്രവിച്ചപ്പോൾ അയാൾ തടഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു കത്തിയെടുത്ത് അയാളെ കുത്താൻ ഭാവിച്ചപ്പോൾ കത്തി പിടിച്ചു വാങ്ങി അച്ഛൻ്റെ നെഞ്ചിൽ കുത്തി. അച്ഛൻ വീണ് മരിച്ചു. നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച് അമ്മ പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവർ പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. കത്തി മകൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ശവശരീരത്തിൻ്റെ വലത് കൈയുടെ സമീപം വെച്ചു. എന്നിട്ട് അയാളോട് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് സ്പോർട്സ് ക്ലബ്ബിൽ പോയിരിക്കുവാൻ പറഞ്ഞു. അമ്മ സന്ധ്യയോടെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞു. വീട്ടിൽ പോലീസ് വന്നപ്പോഴാണ് മകനും ക്ലബ്ബിൽ നിന്നും വന്നത്. ആ കേസിൽ കോടതി അയാളെ ശിക്ഷിച്ചുവോ എന്ന് എനിക്കറിയില്ല. കോട്ടയത്ത് ആയിടയ്ക്ക് ഉത്തർപ്രദേശുകാരനായ ഒരു ASP ചാർജ് എടുത്തു. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. പേര് രമൺ ശ്രീവാസ്തവ. പിൽക്കാലത്ത് കേരള DGP ആയ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഒരു എക്സ്ഹ്യൂമേഷൻ വേളയിലായിരുന്നു. കോട്ടയം ടൗണിലെ ഒരു ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ ആരോ കൊന്ന് പ്രേതം അവിടെ തന്നെ ഒരു മൺകൂനയിൽ ഒളിപ്പിച്ചു. മണ്ണിനടിയിലായതുകൊണ്ട് RDO ആണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ASP വളരെ താല്പര്യത്തോടെ എക്സ്ഹ്യൂമേഷനിൽ പങ്കെടുത്തു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കാണാനായി എന്നോടൊപ്പം മോർച്ചറിയിലും വന്നു. എൻ്റെ അപേക്ഷ പ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് എക്സ്ഹ്യൂമേഷൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ്സും എടുത്തു. എൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഫോറൻസിക് മെഡിസിൻ എന്ന പുസ്തകത്തിന് അതിമനോഹരമായ ഒരു അവതാരിക അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 14 വയസ്സുകാരിയുടെ ശിശുഹത്യ. ഭൂമിയിൽ പിറന്നു വീണ ഉടനെ ആദ്യത്തെ കരച്ചിൽ കരഞ്ഞു തീർക്കുന്നതിന് മുൻപേ സ്വന്തം അമ്മയുടെ കൈകളാൽ ജീവനെടുക്കുന്ന കുരുന്നുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിയായി ദുഃഖം തോന്നും. ഹതഭാഗ്യരായ ആ അമ്മമാർ അനുകമ്പ അർഹിക്കുന്നുവെങ്കിലും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ശിക്ഷാർഹരാണ്. ഇരിങ്ങാലക്കുടയിൽ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു നെയ്ത്തുശാലയിലെ ലാട്രിനിലെ ക്ലോസറ്റിൽ കണ്ട ഒരു ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം എനിക്ക് പരിശോധിക്കേണ്ടി വന്നു. കുട്ടിയുടെ തല ക്ലോസറ്റിൻ്റെ ദ്വാരത്തിനകത്തേക്ക് തിരികെ വച്ചിരുന്നു. പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല. അതോടൊപ്പം മറുപിള്ളയുമുണ്ടായിരുന്നു. നവജാത ശിശുവിൻ്റെ ശരീരത്തിൻ്റെ വളർച്ച പരിശോധിച്ചപ്പോൾ
മാസം തികഞ്ഞ് പ്രസവിച്ചതാണെന്നും ശ്വാസകോശങ്ങൾ വികസിച്ചിരുന്നതിനാൽ ശ്വാസോച്ഛ്വാസം നടന്നിരുന്നുവെന്നും പ്രസവിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നും മനസ്സിലായി. മുഖത്ത് കണ്ട നഖക്ഷതങ്ങളും കരുവാളിപ്പുകളും ആന്തരിക അവയവങ്ങളിലെ വ്യത്യാസങ്ങളും ശിശുവിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിൻ്റെ സൂചനകളായിരുന്നു. ശിശുവിനെ ജന്മം നൽകിയ അമ്മയെ അതിനകം കണ്ടുപിടിച്ചിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവാടക്കാരി. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി സ്വന്തം അമ്മാവനായിരുന്നു. അവൾ ഗർഭിണിയായിരുന്നുവെന്ന് അന്നുവരെ ആരും അറിഞ്ഞിരുന്നില്ല. പതിവ് പോലെ അന്നും രാവിലെ ജോലിക്ക് വന്നു. ഉച്ചയോടെ അതികഠിനമായ വയറുവേദന ഉണ്ടായപ്പോൾ ലാട്രിനിൽ പോയി. അവിടെ വെച്ച് പ്രസവിച്ചു. കുഞ്ഞ് കരഞ്ഞപ്പോൾ കൈകൊണ്ട് മൂക്കും വായും അമർത്തിപ്പിടിച്ചു. അപ്പോഴേക്കും മറുപിള്ളയും വെളിയിൽ വന്നിരുന്നു. അവിടെ നിന്നും വെളിയിൽ വന്ന അവളുടെ പാവാടയിൽ രക്തം പടർന്നിരുന്നത് അവൾ കണ്ടില്ലെങ്കിലും സഹപ്രവർത്തകർ കണ്ടിരുന്നു.